6. മുച്ചക്രവാഹനത്തിൽ 1/4 നൂറ്റാണ്ട്. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. പതിവില്ലാത്ത വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു. ചിന്ത പല വഴിക്കും സഞ്ചരിച്ചു. നാളെ മുതൽ സെക്രട്ടേറിയറ്റിലെ ജോലിക്കാരനാണ്. ആവശ്യമായ പുതിയ വസ്ത്രം വാങ്ങണം. സാധനങ്ങൾ കൊണ്ടുപോകാൻ അനുയോജ്യമായ ബാഗും തിരുവനന്തപുരത്ത് എത്താനുള്ള വണ്ടിക്കൂലിയും വേണം. ചെലവിന് ഉമ്മയുടെ വശം അല്പം പൈസ കൊടുക്കണം. ശമ്പളം കിട്ടുന്നതുവരെ അവർക്ക് ജീവിക്കണമല്ലോ. വീട്ടിലെത്തി ഉമ്മയോട് സംഭവിച്ചതൊക്കെയും പറഞ്ഞു. ഉമ്മയുടെ മൂത്താപ്പൻ്റെ മകൻ ബാപ്പുട്ടിയോട് കാര്യങ്ങൾ ചെന്ന് പറയണമെന്നായിരുന്നു ഉമ്മയുടെ നിർദ്ദേശം. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. വിവരം പറഞ്ഞപ്പോൾ ചോദിക്കാതെ തന്നെ 300 രൂപ തന്നു. എന്നിട്ടിങ്ങനെ പറഞ്ഞു, അൽഹംദുലില്ലാ, നല്ല കാര്യം. ശമ്പളം കിട്ടാനൊക്കെ 1 മാസം കഴിയൂലേ? ഇതിപ്പോൾ കൈവച്ചോ. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പ്രയാസപ്പെടേണ്ടല്ലോ. എത്രമേൽ വിശാല ഹൃദയൻ. തൻ്റെ കർമ്മങ്ങളുമായി ബാപ്പുട്ടി നാഥനിലേക്ക് മടങ്ങി. ഖബർ ജീവിതവും പരലോക ജീവിതവും അള്ളാഹു വിജയകരമാക്കട്ടെ. ജീവിതത്തിൽ ഒരിക്കലും കൊണ്ടോട്ടിയും കോഴിക്കോടുമല്ലാതെ മറ്റെവിടെയും തനിച്ചു പോയിട്ടില്ല. ഒറ്റയ്ക്കുള്ള ആദ്യ ട്രെയിൻ യാത്രയാണ്. ഉള്ളിൽ നേരിയ ഭയമനുഭവപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനിലെത്തി. ചുറ്റും അപരിചിത മുഖങ്ങൾ. എവിടെയും തിരക്കും ബഹളവും. കോഴിക്കോട്ടെ സെൻസസ് ഓഫീസിൽ ഒരുമിച്ച് ജോലി ചെയ്ത തിരുവനന്തപുരം സ്വദേശി കൃഷ്ണഗുരുക്കൾ സാറിനെ ഓർമ്മയിൽ ഓടിയെത്തി. ഇപ്പോൾ എവിടെയായിരിക്കും? തിരുവനന്തപുരത്ത് വെച്ച് കാണാൻ പറ്റുമോ? എല്ലാം അറിയാൻ ഫോൺ ചെയ്ത് നോക്കാമെന്ന് തീരുമാനിച്ച് STD ബൂത്തിലെത്തി. നമ്പർ ഡയൽ ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും ഉടലോടെ കൃഷ്ണൻ സാർ ഇതാ മുന്നിൽ. അവിശ്വസനീയം. കണ്ടയുടനെ ചേർത്ത് പിടിച്ചു. ഈ ദുനിയാവിലെ കോടാനുകോടി ജീവികളിൽ എളിയവനായ എൻ്റെ മനസ്സിലെ ആരോടും പറയാത്ത പ്രയാസമാണ് നിമിഷാർത്ഥം കൊണ്ട് അള്ളാഹു പരിഹരിച്ചത്. പടച്ച തമ്പുരാനെ, നിനക്കാണ് സ്തുതിയൊക്കെയും. അള്ളാഹുവെ, നീ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. കൈകാര്യകർത്താവായി അള്ളാഹു തന്നെ മതി. ഖുർആൻ 33:3. ബാഗെടുത്ത് കൃഷ്ണൻ സാറിൻ്റെ പിന്നാലെ നടന്നു. ടിക്കറ്റ് എടുത്ത് സീറ്റിലിരുന്നു. കുതിച്ചും കിതച്ചും തീവണ്ടി തലസ്ഥാന നഗരിയിലെത്തുമ്പോൾ പ്രഭാതകിരണങ്ങൾ പൂർവ്വദിക്കിൽ പ്രത്യക്ഷപ്പെടുന്നേയുണ്ടായിരുന്നുള്ളൂ. നേരെ പോയത് സാറിൻ്റെ വീട്ടിലേക്കാണ്. വയറ് നിറയെ ഭക്ഷണം കഴിച്ചു, അഥവാ കഴിപ്പിച്ചു. അതിനാൽ മനസ്സും വയറിനോടൊപ്പം നിറഞ്ഞു. എന്നെ മന്ത്രിയുടെ ബംഗ്ലാവിലെത്തിക്കും വരെ നിഴൽ പോലെ കൂടെ നിന്നു. ഇതിനുവേണ്ടി മാത്രമാണോ എൻ്റെ നാഥൻ ഈ മനുഷ്യനെ എനിക്ക് പരിചയപ്പെടുത്തിയത്? സഹകരണ വകുപ്പ് മന്ത്രി ശ്രീമതി M. കമലത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ്. 600 രൂപ മാസശമ്പളം. താമസം സൗജന്യം. പ്രഭാത ഭക്ഷണം സെക്രട്ടേറിയറ്റ് ക്യാൻറ്റീനിൽ 1 രൂപയ്ക്ക് 4 ദോശയും 25 പൈസയ്ക്ക് ചായയും. 1 രൂപ 25 പൈസയ്ക്ക് തൈർ സാദം എന്ന ഉച്ചഭക്ഷണം ലഭിക്കും. കറികളും മറ്റ് വിഭവങ്ങളുമുള്ള ഭക്ഷണത്തിന് വില കൂടുതലാണ്. രാത്രി റോഡ് സൈഡിലെ തട്ടുകടയിലെ ദോശ 1 രൂപയ്ക്ക് 4 എണ്ണം കിട്ടും. പരമാവധി ചെലവ് കുറച്ച് പൈസ മിച്ചം വെക്കാൻ ശ്രമിച്ചു. ഇങ്ങനെയൊക്കെയായിരുന്നു 18 വയസ്സ് മുതൽ 23 വയസ്സുവരെ തലസ്ഥാന നഗരിയിലെ ജീവിതം. 1987 വീണ്ടും നാട്ടിലേക്ക് ഒരു ബജാജ് ഫ്രണ്ട് എഞ്ചിൻ ഓട്ടോറിക്ഷ സംഘടിപ്പിച്ചുകൊണ്ട് ഡ്രൈവർ ജീവിതം ആരംഭിച്ചു. തുടർന്ന് കൊണ്ടോട്ടി അങ്ങാടിയിലും കരിപ്പൂരിലും ഓട്ടോ ഓടിച്ച് ജീവിച്ച 25 വർഷം. കൊണ്ടോട്ടിയുടെ പരിസര പ്രദേശമായ കുറുപ്പത്തുകാരി സൽമത്തിനെ ഇണയാക്കി ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തിയത് ഇക്കാലത്താണ്. സുഖദുഃഖങ്ങളിലും ആയാസ അനായാസങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രിയതമ. സംതൃപ്തമായ ദാമ്പത്യം. സർവസ്തുതിയും അള്ളാഹുവിന്. വിവാഹം കഴിച്ച് കുടുംബജീവിതം ആരംഭിച്ചപ്പോഴും വീട്ടിൽ അംഗങ്ങൾ വർദ്ധിച്ചപ്പോഴും ഈ മുച്ചക്രവാഹനം തന്നെയായിരുന്നു അവലംബം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൽ യഥാവിധി ഭരമേൽപ്പിച്ചാൽ തീർച്ചയായും പക്ഷികൾക്ക് തീറ്റ കൊടുക്കുന്ന പോലെ അവൻ നിങ്ങൾക്കും ആഹാരം നൽകും. പക്ഷികൾ രാവിലെ വിശന്നൊട്ടിയ വയറുമായി കൂട്ടിൽ നിന്ന് പുറത്തു പോകുന്നു. വൈകുന്നേരം നിറഞ്ഞ വയറുമായി കൂടണയുന്നു. തിർമിദി. ഓർമ്മ വെച്ച നാൾ മുതൽ കൂടെ കൂടിയ പരാധീനതകൾക്കും സാമ്പത്തിക പ്രയാസങ്ങൾക്കും മാനസിക പിരിമുറുക്കങ്ങൾക്കും ഒട്ടൊക്കെ പരിഹാരമായി. ആശ്വാസത്തിൻ്റെ നാളുകൾ കടന്നുവന്നു. ഓട്ടോ ഓടിച്ചുള്ള 25 വർഷത്തെ ജീവിതം കാറ്റും കോളും നിറഞ്ഞ കടലിൽ കര തേടിയിറങ്ങിയ വഞ്ചിക്കാരനെ പോലെയായിരുന്നു. ഉപ്പയുടെ ചൂടും ചൂരുമില്ലാത്ത വീട്ടിൽ ഉമ്മാക്ക് തണലും കൂടപ്പിറപ്പുകൾക്ക് കുടയുമാകാൻ നടത്തിയ ചെറുതെങ്കിലും തീവ്രമായ ശ്രമങ്ങൾ, അവ നൽകിയ ചൂടും തണുപ്പുമുള്ള അനുഭവങ്ങൾ എല്ലാം ഇടയ്ക്കിടെ മനസ്സിൽ തെളിഞ്ഞു വരും. കുടുംബം വളർന്നു. 6 മക്കൾ. ആവശ്യങ്ങളും അനാവശ്യങ്ങളും മാറ്റി നിർത്തി
കുടുംബത്തിലെ അത്യാവശ്യങ്ങൾ മാത്രം പൂർത്തീകരിച്ചു പോന്നു. പ്രപഞ്ചനാഥന്റെ വലിയ അനുഗ്രഹവും സഹായവും കാരണമായി പട്ടിണിയും ദാരിദ്ര്യവും വിട പറഞ്ഞു. ജീവിതം മുഴുവനും കണ്ണീരും നെടുവീർപ്പുമായി കഴിയുന്ന നിസ്സഹായരായ മനുഷ്യജന്മങ്ങൾക്ക് ആർദ്രതയുടെ പുതപ്പണിയിക്കാനായി പിന്നീടുള്ള ശ്രമങ്ങൾ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവനാണ് സർവസ്തുതിയും. നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരുന്നതാണ്. എന്നാൽ നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ശിക്ഷ കഠിനമായിരിക്കും. വിശുദ്ധ ഖുർആൻ 14:7.